വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിന്റെ തുടർഘട്ടങ്ങൾ ഓണത്തിന് ആരംഭിക്കും. കാലവർഷവും കടൽക്ഷോഭവും കാരണമാണ് ഉദ്ഘാടനം നീണ്ടുപോകുന്നത്. നിലവിൽ നിർമ്മാണമെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ്. പാരിസ്ഥിതിക അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇതിനിടെയാണ് കാലാവസ്ഥ മോശമായതെന്ന് അധികൃതർ പറഞ്ഞു. പുലിമുട്ട് നിർമ്മാണം ഉൾപ്പെടെയുള്ളവയ്ക്കായി ഉപകരാറുകൾ ക്ഷണിക്കുന്നതിനുള്ള നടപടികൾ നടക്കുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ സംഭരിച്ചു വെച്ചിരുന്ന കരിങ്കല്ലുകൾ തുറമുഖ നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടം തുടങ്ങുന്നതോടെ കല്ലുകൾ കടലിലൂടെ ബാർജ് മുഖാന്തരവും കരയിലൂടെ വാഹനത്തിലും എത്തിച്ച പുലിമുട്ടിന്റെ നീളം കൂട്ടുന്ന പദ്ധതികൾ ആരംഭിക്കും. തുടർന്നാകും ബർത്ത് നിർമ്മാണം. തുറമുഖ നിർമ്മാണത്തിന്റെ 3 ഘട്ടങ്ങളും 2028 ഡിസംബറിൽ പൂർത്തിയാകും. ടെർമിനൽ 1200 മീറ്റർ നീളത്തിലേക്ക് വിപുലീകരിക്കും. ബ്രേക്ക് വാട്ടറിന്റെ നീളം 900 മീറ്റർ കൂടി വർദ്ധിപ്പിക്കും. കണ്ടെയ്നർ സംഭരണ യാർഡിന്റെയും ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനവും നടക്കും. 1220 മീറ്റർ നീളമുള്ള മൾട്ടിപർപ്പസ് ബർത്തുകൾ, 250 മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകൾ, ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യ വികസനം ഇതെല്ലാം നടക്കും. 77.17 ഹെക്ടർ വിസ്തൃതിയുള്ള ഭൂമി ഏറ്റെടുക്കൽ, ഡ്രഡ്ജിംഗ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങളുടെ വികസനത്തിനായി 10,000 കോടി അദാനിയാണ് മുടക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള താൽക്കാലിക ചരക്കു നീക്കത്തിന് ഓണത്തിന് തുടക്കമാകും. ഇതിനായി തുറമുഖത്ത് നിന്നുള്ള റോഡ് ബൈപ്പാസിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കകം പൂർത്തിയാക്കും. രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനത്തോടൊപ്പം കരമാർഗമുള്ള ചരക്കു നീക്കത്തിന്റെ ഉദ്ഘാടനവും നടക്കുമെന്നാണ് സൂചന. വിഴിഞ്ഞത്ത് ക്രൂ ചേഞ്ചിംഗ് അനുമതിക്കുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് അനുമതി ലഭിക്കുന്നത് സംബന്ധിച്ച് 2 മാസത്തിനകം അന്തിമ തീരുമാനം ലഭിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. അനുമതി ലഭിക്കുന്നതോടെ ഇവിടെ ചരക്കു നീക്കത്തിനല്ലാതെ ക്രൂ ചേഞ്ചിനായി മാത്രം കപ്പലുകൾ അടുക്കും. കൂടാതെ റെയിൽപാതയുടെ നിർമ്മാണത്തിന് ടെൻഡർ ക്ഷണിക്കുന്നതിനുള്ള ഡോക്യുമെന്റുകൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖ നിർമ്മാണ കമ്പനിക്ക് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ കൈമാറിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വികസനത്തിന് കുതിപ്പേകുന്ന രാജ്യത്തെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതിയോടുകൂടി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം സമർപ്പിക്കപ്പെട്ടതാണ്. ട്രയൽ റൺ 9 മാസം തികയും മുൻപേ തന്നെ 6 ലക്ഷത്തോളം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്തത്. ലോകത്തെ വമ്പൻ കപ്പലുകളടക്കം 285 കപ്പലുകൾ ഇതിനകം വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തു കഴിഞ്ഞു. പ്രതിസന്ധികളും ആരോപണങ്ങളും വെല്ലുവിളികളും അതിജീവിച്ച തുറമുഖ നിർമ്മാണ കരാർ വയ്ക്കാനും നിർമ്മാണം തുടങ്ങിവെക്കാനും കഴിഞ്ഞത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. പിന്നീട് പ്രകൃതി ദുരന്തങ്ങളും മറ്റും മൂലം കുറെ കാലം നിർമ്മാണം തടസ്സപ്പെടുകയായിരുന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബർത്ത് നിർമ്മാണത്തിന് തുടക്കമിട്ടു. പോർട്ട് ഓപ്പറേഷൻ സെന്റർ അടക്കമുള്ള കെട്ടിടങ്ങൾ ഉയർന്നു. 800 മീറ്റർ ബർത്തും 2.95 കിലോമീറ്റർ പുലിമുട്ടുമുള്ള ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. വർഷം 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി വിഴിഞ്ഞത്തിനുണ്ട്. 8,867 കോടി രൂപ മുടക്കിയുള്ള ആദ്യഘട്ടത്തിന്റെ കമ്മീഷനിംഗ് പൂർത്തിയായി കഴിഞ്ഞു. ഇതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും നിർമ്മാണ കമ്പനിയായ അദാനി ഗ്രൂപ്പിന്റെയും വിഹിതമുണ്ട്. അദാനി ഗ്രൂപ്പ് 9,000 കോടി മുടക്കുന്ന അടുത്ത ഘട്ടം 2028 ഡിസംബറിനകം പൂർത്തീകരിക്കുമെന്നാണ് ഉറപ്പു നൽകിയിട്ടുള്ളത്. ഇതുകൂടിയാകുമ്പോൾ രാജ്യത്തെ 1ാം നമ്പർ തുറമുഖമായി വിഴിഞ്ഞത്തിന് മാറാനാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.